ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻസ് എന്ന സീരീസിന്റെ രണ്ടാമത്തെ സീസണിലെ 10ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന 2 ആപ്ലിക്കേഷൻസ് വഴി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നേരത്തെ കാണാവുന്നതാണ്. ഈ ആപ്ലിക്കേഷൻസ് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് യാണിന്റെ ഫാദർ മരിക്കുകയും യൂണർ യാണിന്റെ ഫാദറിന്റെ മുമ്പിലിരുന്ന് പൊട്ടിക്കരയുന്നതുമാണ്. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിലെ തന്നെ ആകട്ടെ യാൺ എല്ലാം എണ്ണി എണ്ണി പറഞ്ഞ് ഹാൻഫെങ്ങിനെ ആക്രമിക്കുന്നതാണ് കാണിക്കുന്നത്. ദേഷ്യത്തോടെയുള്ള യാണിന്റെ ഓരോ ഇടിയിലും ഹാൻഫെങ് ഒരുപാട് തെറിച്ചു പോയി വീഴുന്നുണ്ട്. ഹാൻഫെങ് ചെയ്ത ഓരോ തെറ്റുകളും എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് അവനെ ആക്രമിക്കുന്നത്. അവൻ സോൾഹാളിന്റെ കൂടെ ചേർന്നതും മെഡിസിൻ എൽഡറിനെ കൊന്നതും യാണിന്റെ ഫാദറിനെ കൊന്നതും അങ്ങനെ എല്ലാം എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് അങ്ങനെ അവസാനത്തെ ഇടിയിൽ തെറിച്ചു പോയി മതിലിടിച്ച് വീഴുന്ന ഹാൻഫെങ്ങിന്റെ ബോധം പോകുന്നു. മരിച്ചു എന്ന് തന്നെയാണ് തോന്നുന്നത്. മരിക്കുന്നതിന് മുമ്പ് എൽഡർ മൂഗോയുടെ രക്ഷിക്കാൻ പറഞ്ഞിരുന്നു. എന്നാൽ എൽഡർ മൂഗോയാകട്ടെ അവന്റെ ഉള്ളിലുള്ള സബ്സിഡറി ഫ്ലെയിം തിരികെ എടുക്കുകയായിരുന്നു. അതിനുശേഷമാണ് ബോധം പോയത്. ബോധം പോയതാണോ മരിച്ചതാണോ എന്ന് ഞാൻ ഇപ്പോൾ പറയാത്തതിന് കാരണം വേറൊന്നുമല്ല. ആനിമേഷനിൽ ഇതേപോലെ തന്നെ ബോധം പോകുമെങ്കിലും ഹാൻഫെങ് മരിക്കുന്നതായിട്ട് കാണിക്കുന്നില്ല. ആത്മാവിന്റെ രൂപത്തിലെ ഹാൻഫെങ് സർവൈവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ബോധം പോയ ഉടനെ തന്നെ മരിച്ചോ ഇല്ലയോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞത്. അതിനുശേഷം യാൺ ആകട്ടെ മെഡിസിൻ എൽഡറിന്റെ അടുത്തേക്ക് വന്നു. മൂഗോയാകട്ടെ അവരുടെ അടുത്തേക്ക് വന്നപ്പോൾ യാൺ ഇനി ഒരടി മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ഹാൻഫെങ്ങിന്റെ അവസ്ഥ തന്നെ മൂഗോയ്ക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞു. മൂഗോ എന്നാൽ അവനോടൊന്നും സംസാരിക്കുന്നില്ല, മെഡിസിൻ എൽഡറിനോടാണ് സംസാരിക്കുന്നത്. നിന്റെ ശിഷ്യൻ കൊള്ളാലോ, നല്ല ധൈര്യമൊക്കെ ഉണ്ടല്ലോ, മര്യാദക്ക് നീ എന്റെ കൂടെ സോൾഹാളിലേക്ക് വരുന്നതാണ് നല്ലത്. എന്നാൽ മെഡിസിൻ എൽഡർ ആകട്ടെ ഇങ്ങനെ പറയുന്നു, അന്ന് നിനക്ക് എന്നെ തോൽപ്പിക്കാനായില്ല, ഇന്ന് നിനക്ക് എന്നെ തോൽപ്പിക്കാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൂഗോയെ ആക്രമിക്കുന്നു. എന്നാൽ വിദഗ്ധമായിട്ട് മൂഗോ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. അതിനുശേഷം ദേഷ്യത്തോടെ മെഡിസിൻ എൽഡറിനോട് പറയുകയാണ്, നിന്നോട് ക്ഷമിച്ച് നിന്റെ ജീവൻ എടുക്കണ്ട എന്നാണ് ഞാൻ കരുതിയത്, പക്ഷെ അത് വേണ്ട എന്നാണ് നീ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഡാർക്ക് ഫോഗ് പോലെയുള്ള ഒരു ശക്തി മെഡിസിൻ എൽഡറിന്റെയും യാണിന്റെയും നേരെ വിടുന്നു. അത് അവർ രണ്ടുപേരെയും വലിഞ്ഞു മുറുകുന്നു. മൂഗോയെ ആകട്ടെ ഇങ്ങനെ പറയുന്നു, സോൾഹാളിന്റെ മുമ്പിൽ നിങ്ങളെ രണ്ടുപേരെയും സമർപ്പിക്കണം. നിങ്ങൾ രണ്ടുപേരുടെയും ഹെവൻലി ഫ്ലെയിംസ് സോൾഹാളിന് ആവശ്യമാണ്. മെഡിസിൻ എൽഡറും യാണും ഒരുപാട് ബലം പ്രയോഗിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ മൂഗോ വളരെ പവർഫുൾ ആയതുകൊണ്ട് രണ്ടുപേർക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. മെഡിസിൻ എൽഡർ ആകട്ടെ മൂഗോയോട് ഇങ്ങനെ പറയുന്നു, നിനക്ക് എന്റെ ബോൺ സ്പിരിറ്റ് ചിൽ ഫ്ലെയിം അല്ലേ വേണ്ടത്, അത് ഞാൻ നിനക്ക് തരാം. യാണിന്റെ ഹെവൻലി ഫ്ലെയിംസിനേക്കാളും അതൊരുപാട് പവർഫുൾ ആണ്. അതുകൊണ്ട് യാണിനെ വെറുതെ വിടണം. പക്ഷേ എന്റെ ബോൺ സ്പിരിറ്റ് ചിൽ ഫ്ലെയിം നിനക്ക് സ്വീകരിക്കാനാകുമോ ഇല്ലയോ എന്നത് നിന്നെ ആശ്രയിച്ചിരിക്കും. യാൺ അപ്പോൾ മെഡിസിൻ എൽഡറിനോട് അത് ചെയ്യരുത് എന്ന് ഒരുപാട് പ്രാവശ്യം പറയുന്നുണ്ട്. എന്നാൽ മെഡിസിൻ എൽഡർ അതിന് തയ്യാറാകുന്നില്ല. മെഡിസിൻ എൽഡർ യാണിനോട് പറയുന്നത് മെഡിസിൻ എൽഡറിന്റെ തീരുമാനം ഒരിക്കലും തെറ്റിയിട്ടില്ല. യാൺ വിവേകമുള്ളവനാണ്, ഒരുപാട് കഴിവുള്ളവനാണ്, ജീനിയസ് ആണ്, ഒരുപാട് ഉത്തരവാദിത്തങ്ങളാണ് അവനെ കാത്തിരിക്കുന്നത് എന്നിങ്ങനെയൊക്കെ പറയുന്നു. അതിനുശേഷം മെഡിസിൻ എൽഡർ അയാളുടെ സർവ്വശക്തിയും ഉപയോഗിച്ച് മൂഗോയുടെ ബന്ധനസ്ഥതയിൽ നിന്ന് റിലീസായി ആകാശത്തേക്ക് പറന്നു പോകുന്നു. മെഡിസിൻ എൽഡറിന്റെ ബോൺ സ്പിരിറ്റ് ചില്ല് ഫ്ലെയിം സ്വന്തമാക്കുന്നതിന് വേണ്ടി അതിന്റെ പുറകെ മൂഗോയും ആകാശത്തേക്ക് പറക്കുന്നു. അതുവഴി യാണിനെ മെഡിസിൻ എൽഡറിനെ രക്ഷിക്കാനാകുന്നു. അത് കണ്ടു കഴിയുമ്പോൾ യാണും അവിടെ ഉണ്ടായിരുന്ന ജനറലും ഉച്ചത്തിൽ മെഡിസിൻ എൽഡറിന്റെ പേര് വിളിക്കുന്നുണ്ട്. യാണിന് അവന്റെ സങ്കടം അടക്കാനാകുന്നില്ല. പിന്നെ മറ്റൊരു സ്ഥലത്ത് വെച്ച് യാൺ ഒരുപാട് പൊട്ടിക്കരയുന്നതായിട്ട് കാണിക്കുന്നു. ഒറ്റ ദിവസം കൊണ്ട് അവന്റെ ഫാദറിനെയും മാസ്റ്ററിനെയും അവന് നഷ്ടമായി. ഒരുപാട് തകർന്നിരിക്കുന്ന യാണിന്റെ അടുത്തേക്ക് വന്ന് യൂണർ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ യൂണർ എന്തൊക്കെ ശ്രമിച്ചിട്ടും യാണിനെ ആശ്വസിപ്പിക്കാൻ സാധിക്കുന്നില്ല. യാൺ പറയുന്നത് ഇങ്ങനെയാണ്, എനിക്ക് നിന്നെ സംരക്ഷിക്കാനായില്ല, ഞാൻ സ്നേഹിച്ച ആരെയും എനിക്ക് സംരക്ഷിക്കാനായില്ല. ആശ്വസിപ്പിക്കാൻ വേണ്ടി യൂണർ അപ്പോൾ പറയുന്നത്, ചെറുപ്പം മുതലേ അവനാണ് അവളെ സംരക്ഷിച്ചിരുന്നത്, അവൻ അവളെ സംരക്ഷിച്ചില്ലായിരുന്നെങ്കിൽ എപ്പോഴേ അവൾ മരിച്ചു പോയാനെ എന്നൊക്കെ പറയുന്നു. എന്നിട്ടും അതൊന്നും കേൾക്കാത്ത പോലെ വിഷമത്തോടെ യാൺ പറയുന്നത് വേറൊന്നുമല്ല, ഇതുവരെയും അവൻ ചെയ്തു കൂട്ടിയ എല്ലാ കാര്യങ്ങളും അവൻ സ്നേഹിക്കുന്ന എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു. മാരേജിൽ നിന്ന് പിൻവാങ്ങിയതും ജിയാനൻ അക്കാദമിയിൽ പ്രവേശിച്ചതും എല്ലാവരോടുമായിട്ട് ഫൈറ്റ് ചെയ്തതും അങ്ങനെ ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി അവൻ പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ അവൻ സ്നേഹിക്കുന്ന എല്ലാവരും ജീവനോടെ ഇരിക്കുന്നതിന് വേണ്ടിയും അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു. പക്ഷെ അതൊന്നും തന്നെ വിജയിച്ചില്ലല്ലോ എന്ന ദുഃഖമാണ് യാണിനുള്ളത്. അതിനുശേഷം പറയുന്നത് അവന്റെ ഫാദറും അവന്റെ മാസ്റ്ററും അവനെ രക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു അവിടെ പ്രവർത്തിച്ചത്. ഹാൻഫെങ് യാണിനെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമിച്ചത്. യാണിനെ രക്ഷിക്കുന്നതിന് വേണ്ടി യാണിന്റെ ഫാദർ അതിന്റെ മുമ്പിൽ വന്ന് നിന്നു. അതേപോലെ തന്നെ യാണിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു മെഡിസിൻ എൽഡർ മൂഗോയും കൊണ്ട് ആകാശത്തേക്ക് പോയത്. ശേഷം ഫാദർ കൊടുത്ത ആൻഷ്യന്റ് ജേഡിനെ മുറുകെ പിടിച്ചുകൊണ്ട് അവന്റെ ഫാദറും മാസ്റ്ററും ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ തനിക്ക് നിറവേറ്റാൻ സാധിക്കുമോ എന്ന് സംശയത്തോടെ യാൺ ചോദിക്കുന്നു. അപ്പോൾ യൂണർ അതിന് പറയുന്നത്, നമുക്കെല്ലാവർക്കും ചെയ്തു തീർക്കാനുള്ള ഒരുപാട് ദൗത്യങ്ങളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്, നമ്മൾ അത് ചെയ്തേ മതിയാകൂ
നൽകൂ എന്നൊക്കെ പറയുന്നു. അതുമാത്രമല്ല യാണിന്റെ ഫാദറിനും മെഡിസിൻ എൽഡറിനും അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു, അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ലക്ഷ്യങ്ങളെല്ലാം നിന്നിലൂടെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് അവർക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഉണ്ടായതുകൊണ്ടാണ് ജീവൻ പോലും ത്യജിച്ച് അവർ നിന്നെ സംരക്ഷിച്ചത്. നീ ഇപ്പോൾ ഷിയോ ഫാമിലിയുടെ അടുത്ത പാട്രിയാർക്കാണ്. അതേപോലെ എപ്പോഴും മെഡിസിൻ എൽഡറിന്റെ ശിഷ്യനായിരിക്കും. ഞാൻ എന്നെ തന്നെ ഷിയോ ഫാമിലിയുടെ ഒരു അംഗമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് ഞാനും നിന്റെ കൂടെ ഉണ്ടാകും. അതെല്ലാം കേട്ട് യാണിന് ഒരുപാട് സന്തോഷമാകുന്നു. പിന്നെ യാണിന്റെ ഫാദറിനെ സംസ്കരിക്കുന്നതായിട്ട് കാണിക്കുന്നു. അവരുടെ ആചാരം അനുസരിച്ച് ഡെഡ് ബോഡി കത്തിച്ചു കളയുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് യാണിന്റെ ഫാദർ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ് യാൺ ഓർക്കുന്നത്. ഷിയോ ഫാമിലി ഒക്കെ ഒരിക്കൽ സെൻട്രൽ പ്ലെയിനിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ സോൾഹാളുമായിട്ടുള്ള അറ്റാക്കിൽ പരാജയപ്പെടുകയും അവിടെ നിന്ന് പിൻവാങ്ങുകയും ചെയ്തതാണ്. യാൺ ആകട്ടെ ആ കാര്യങ്ങളെല്ലാം ഓർത്തെടുത്തുകൊണ്ട് ഫാദറിനോട് എന്ന പോലെ സോൾഹാളിനെതിരെ ഫൈറ്റ് ചെയ്യും, ഷിയോ ഫാമിലിയെ പഴയ പ്രതാപത്തിലേക്ക് തിരികെ കൊണ്ടുവരും എന്നൊക്കെ പ്രതിജ്ഞ ചെയ്യുന്നു. രാത്രിയിലാകട്ടെ മെഡിസിൻ എൽഡർ ഇല്ല എങ്കിൽ പോലും മെഡിസിൻ എൽഡറിനെ ഒരുപാട് മിസ് ചെയ്യുന്നത് കൊണ്ട് മോതിരത്തിൽ തല വെച്ച് മോതിരത്തിന്റെ ഉള്ളിലേക്ക് കയറുന്നു. അവിടെ വെച്ച് മെഡിസിൻ എൽഡറിന്റെ ഒരുപാട് ഓർമ്മകളിലൂടെ യാൺ കടന്നു പോകുന്നുണ്ട്. അവർ ഒരുമിച്ച് കളിച്ചും ചിരിച്ചും തല്ലി പിടിച്ചും നടന്ന ഓർമ്മകളാണ് യാണിന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. ഒരു മാസ്റ്ററിനേക്കാൾ ഉപരി ഒരു ഫ്രണ്ടിനെ പോലെയൊക്കെ ആയിരുന്നു മെഡിസിൻ എൽഡർ യാണിനോട് പെരുമാറിയിരുന്നത്. അവസാനം ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോഴാണ് അവിടെ ബോൺ സ്പിരിറ്റ് ചില്ലി ഫ്ലെയിം കാണുന്നത്. യാൺ അപ്പോൾ മെഡിസിൻ എൽഡർ അവനത് കൊടുത്തതൊക്കെ ഓർക്കുന്നു. പെട്ടെന്ന് മെഡിസിൻ എൽഡറിന്റെ ഒരു പ്രതിബിംബം അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് ആ ബോൺ സ്പിരിറ്റ് ചില്ലി ഫ്ലെയിം അവനോട് എടുത്തോളാൻ പറയുന്നു. അതാണ് യഥാർത്ഥ ബോൺ സ്പിരിറ്റ് ചില്ലി ഫ്ലെയിം എന്നാണ് തോന്നുന്നത്. ഇനി ബോൺ സ്പിരിറ്റ് ചില്ലി ഫ്ലെയിമിന്റെ സബ്സിഡറി ഫ്ലെയിം ആണോ എന്ന് അറിയില്ല. അതിനുശേഷം മെഡിസിൻ എൽഡറിന്റെ ആ റിഫ്ലക്ഷൻ പറയുന്നത് ആ മോതിരവും എടുത്തുകൊണ്ട് സെൻട്രൽ പ്ലെയിനിലേക്ക് പോകാനാണ്. യാൺ അപ്പോൾ എന്തിനാണ് അങ്ങോട്ട് പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആ റിഫ്ലക്ഷൻ അപ്രത്യക്ഷമാവുകയാണ് ചെയ്തത്. അതുമാത്രമല്ല മാസ്റ്റർ ഇപ്പോൾ യഥാർത്ഥത്തിൽ എവിടെയാണ് ഉള്ളത് എന്നും ചോദിച്ചിരുന്നു. എന്നാൽ അതിനൊന്നിനും തന്നെ ഉത്തരം കിട്ടിയില്ല. പിന്നെ കാണിക്കുന്നത് സോൾഹാളിന്റെ ഒരു സബ് ഡിവിഷൻ ആണ്. അവിടേക്കാണ് മൂഗോ മെഡിസിൻ എൽഡറിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെ വെച്ച് മൂഗോ മെഡിസിൻ എൽഡറിനോട് പറയുകയാണ്, സീനിയർ ബ്രദർ, നമ്മൾ തമ്മിലുള്ള കണ്ടുമുട്ടൽ ഇങ്ങനെയായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. പക്ഷേ നിങ്ങൾ എനിക്ക് വേറെ ഓപ്ഷൻ തന്നില്ല. മെഡിസിൻ എൽഡർ ആകട്ടെ ആകെ അവശതയിലായിരുന്നു. അത് കേട്ട് മെഡിസിൻ എൽഡർ പറയുകയാണ്, ഇത്രയും വർഷക്കാലം നീയും സോൾഹാളും എന്റെ ബോൺ സ്പിരിറ്റ് ചില്ലി ഫ്ലെയിം അല്ലേ ആഗ്രഹിച്ചിരുന്നത്? അത് ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും തരാൻ പോകുന്നില്ല. ഉടനെ തന്നെ മൂഗോ പറയുകയാണ്, യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് വേണ്ടത് ബോൺ സ്പിരിറ്റ് ചില്ലി ഫ്ലെയിം അല്ല, നിന്നെ പോലെയുള്ള ഒരു ജീനിയസിനെയാണ്. നിന്നെ പോലെയുള്ള ഒരു ജീനിയസ് എന്തിനാണ് സെൻട്രൽ പ്ലെയിനിലെയും ജിയാമ സാമ്രാജ്യത്തിലെയും സ്കൗണ്ടറൽസിന് വേണ്ടി പ്രവർത്തിക്കുന്നത്? സോൾഹാളിന് വേണ്ടി പ്രവർത്തിക്കൂ, നീ ആഗ്രഹിക്കുന്നത് എന്തും കിട്ടും. അത് കേട്ട് മെഡിസിൻ എൽഡർ പറയുകയാണ്, ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങളും നുണകളും എല്ലാം ഹാൻഫെങ്ങിനെ പോലെയുള്ളവരോട് പറഞ്ഞാൽ മതി. നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു മോഹന വാഗ്ദാനങ്ങളിലും ഞാൻ വീഴാൻ പോകുന്നില്ല. ആളുകളെ കൊന്ന് ആളുകളുടെ ഫൈറ്റിംഗ് എനർജി ആഗിരണം ചെയ്താണ് സോൾഹാള് കൾട്ടിവേഷൻ നടത്തുന്നത്. എപ്പോ മുതലാണ് നിനക്ക് ഹെവൻലി ഫ്ലെയിംസിലും ആഗ്രഹം തോന്നിയത്? അപ്പോൾ മൂഗോ അയാളുടെ ഇടത്തെ കൈ കാണിച്ചുകൊണ്ട് പവർഫുൾ ആകണമെന്ന് തോന്നി തുടങ്ങിയപ്പോൾ എന്ന് പറഞ്ഞു. ഇടത്തെ കൈയിൽ നിന്ന് പ്രത്യേക രീതിയിലുള്ള പുക വരുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ആ കഥ മെഡിസിൻ എൽഡർ പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് സോൾഹാളിനെതിരെ മൂഗോ പോരാടിയിരുന്നു. പക്ഷേ ആ ഒരു പോരാട്ടത്തിൽ മൂഗോ മരിക്കുകയായിരുന്നു. എന്നാൽ അതിനുശേഷം സോൾഹാൾ അയാളെ രക്ഷിച്ചു എന്ന് മാത്രമല്ല, അയാളെ ഒരുപാട് പവർഫുൾ ആക്കി തീർത്തു. സോൾഹാൾ അയാളെ കൊല്ലുന്നതിന് മുമ്പ് അയാളുടെ ഇടത്തെ കൈ നശിപ്പിച്ചിരുന്നു. എന്നാൽ സോൾ ഡിസ്ട്രോയർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരാളാണ് ഇടത്തെ കൈ വെച്ചു കൊടുത്തത്. അതുകൊണ്ടാണ് ഇടത്തെ കൈയിൽ നിന്ന് പുക വമിക്കുന്നത്. ആ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം മൂഗോ ഒരു കാര്യം പറയുന്നുണ്ട്. ഒരു 10,000 പ്രാവശ്യം ഈ ചോദ്യം ആവർത്തിച്ചാലും ഈ ഉത്തരം തന്നെ പറയുകയുള്ളൂ എന്ന്, അതായത് സോൾഹാളിന്റെ ഒപ്പം ചേരുകയുള്ളൂ എന്ന്. സോൾഹാളിനോട് മൂഗോ അത്രമാത്രം വിധേയത്വം പുലർത്തുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. അതെല്ലാം കേട്ട് കഴിയുമ്പോൾ മെഡിസിൻ എൽഡർ ആകട്ടെ ഒരു വിധത്തിൽ എഴുന്നേറ്റ് അയാളെ അയാളുടെ ദുഷ്ടതകളിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇനിയും വൈകിട്ടില്ല, പിന്തിരിയാനുള്ള സമയമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നാൽ മൂഗോ പറയുന്നത് മെഡിസിൻ എൽഡറിനോട് സോൾഹാളിൽ ചേരാനാണ്. അത് മാത്രമല്ല അയാളുടെ പോലെ മെഡിസിൻ എൽഡറും ജീനിയസ് ആയിട്ട് എന്തുകൊണ്ടാണ് സോൾഹാളിന്റെ കൂടെ ചേരാത്തത്? സോൾഹാളിന്റെ കൂടെ ചേർന്നാൽ ഒരുപാട് പവർ കിട്ടും എന്നൊക്കെ പറഞ്ഞ് മെഡിസിൻ എൽഡറിന്റെ അവരുടെ കൂടെ ചേർക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ മെഡിസിൻ എൽഡർ പറയുന്നത് പവർ എന്ന വൃത്തികെട്ട വാക്കാണ് സോൾഹാള് അവരുടെ കൂടെ ചേർക്കാൻ വേണ്ടി ആളുകളുടെ നേരെ പ്രയോഗിക്കുന്നത്. ആളുകളെ എങ്ങനെ അവരുടെ വലയിൽ വീഴ്ത്താമെന്ന് സോൾഹാളിന് നന്നായിട്ട് അറിയാം. ആളുകളെ കൊന്ന് ദുഷ്ടതകളൊക്കെ പ്രവർത്തിക്കുന്ന അവരുടെ കെണിയിൽ നീയും വീണു പോകരുത് എന്ന് മെഡിസിൻ എൽഡർ പറയുന്നു.
എന്നിട്ടും പവർ വേണം എന്ന അത്യാഗ്രഹത്തിൽ നിന്ന് മൂഗോ പിന്തിരിയാൻ തയ്യാറാകുന്നില്ല. ആരാണ് അത് ആഗ്രഹിക്കാത്തത് എന്നൊക്കെ മെഡിസിൻ എൽഡറിനോട് പറയുന്നു. മെഡിസിൻ എൽഡർ അപ്പോൾ ചോദിക്കുന്നത് എന്താണ് സോൾഹാള് നിനക്ക് തന്നത് എന്നാണ്. മൂഗോ അതിന് മറുപടിയായിട്ട് പറയുന്നത് സോൾഹാളിന്റെ സോൾ ഡിസ്ട്രോയർ മരിക്കുന്നതിന് മുമ്പ് അയാളുടെ പദവി മൂഗോയ്ക്ക് നൽകി. അത് മാത്രമല്ല മൂഗോയെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് താൻ ഇത്രമാത്രം പവർഫുൾ ആയത് എന്നാണ് മൂഗോ വിശ്വസിക്കുന്നത്. സോൾഹാളിന്റെ ഒരുപാട് രഹസ്യങ്ങൾ മൂഗോയ്ക്ക് സോൾ ഡിസ്ട്രോയർ പറഞ്ഞു കൊടുത്തിരുന്നു. അതുമൂലം ആളുകളെ കൊന്നുകൊണ്ട് ഫൈറ്റിംഗ് എനർജി ഒക്കെ ഒരുപാട് വർദ്ധിപ്പിക്കാനാകും. അതിന് ഹെവൻലി ഫ്ലെയിംസ് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഹെവൻലി ഫ്ലെയിംസ് സോൾഹാൾ വളരെ പ്രഷ്യസ് ആയിട്ട് കണക്കാക്കുന്നത്. ആളുകളെ കൊല്ലുന്നതൊന്നും മൂഗോയ്ക്ക് ഒരു വിഷയമല്ലായിരുന്നു. അയാൾക്ക് എങ്ങനെയെങ്കിലും ശക്തി വർദ്ധിപ്പിച്ച് വളരെ പവർഫുൾ ആകണം. സോൾഹാളിന്റെ കൂടെ ചേരുകയാണെങ്കിൽ മൂഗോയ്ക്ക് കിട്ടിയ അതേ ശക്തികളെല്ലാം മെഡിസിൻ എൽഡറിന് കിട്ടുമെന്ന് പറഞ്ഞിട്ടും മെഡിസിൻ എൽഡർ അവരുടെ കൂടെ ചേരാത്തത് കൊണ്ട് തന്നെ മൂഗോ ദേഷ്യത്തോടെ പറയുകയാണ്, നിനക്ക് ആ ശക്തികളൊന്നും ഫീൽ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടും അനുഭവിക്കാൻ സാധിക്കാത്തത് കൊണ്ടുമാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇടയ്ക്ക് സീനിയർ ബ്രദർ എന്നൊക്കെ പറഞ്ഞാണ് മെഡിസിൻ എൽഡറിനെ വിശേഷിപ്പിക്കുന്നത്. അതിനുശേഷം ഇപ്പോ ഞാൻ നിന്നെ കൊല്ലുന്നില്ല, നിന്നിൽ നിന്ന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കറുത്ത പൂവുകൾ ഉപയോഗിച്ചുകൊണ്ട് മെഡിസിൻ എൽഡറിനെ ബന്ധനസ്ഥതയിലാക്കിക്കൊണ്ട് മൂഗോ അവിടുന്ന് പോകുന്നു. പിന്നെ കാണിക്കുന്നത് ഗൂക്ലാനിലെ ജനറലിനെയും യാണിനെയുമാണ്. യാൺ ഇപ്പോൾ സെൻട്രൽ പ്ലെയിനിലേക്ക് പോവുകയാണ്. മെഡിസിൻ എൽഡറിന്റെ റിഫ്ലക്ഷൻ പറഞ്ഞതിനനുസരിച്ചാണ് സെൻട്രൽ പ്ലെയിനിലെ ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മെഡിസിൻ എൽഡറിനെ രക്ഷിക്കാൻ സാധിക്കുമെന്ന് അവൻ വിശ്വസിക്കുന്നു. ഗൂക്ലാനിലെ ജനറൽ പറയുന്നത് വേറൊന്നുമല്ല, സോൾഹാള് ഉത്ഭവിച്ചത് സെൻട്രൽ പ്ലെയിനിൽ നിന്നാണ്. മൂഗോയുടെ ഈവിൾ ടെക്നിക്കുകൾ നമ്മൾ കണ്ടതാണ്. മൂഗോയാണ് ഇപ്പോൾ സോൾഹാളിനെ നയിക്കുന്നത്. മൂഗോ സോൾഹാളിനെ പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഷിയോ ക്ലാനെ പോലെ തന്നെ ഗൂക്ലാനും വെറുതെ ഇരിക്കില്ല. അവരെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഗൂക്ലാനിലെ ആർമിയും അവരെ പ്രത്യേകം നിരീക്ഷിക്കുന്നുണ്ട്. അതിനുശേഷം യാണിന് സെൻട്രൽ പ്ലെയിന്റെ ഒരു മാപ്പ് തന്നെ കൊടുക്കുന്നു. അവിടേക്ക് പെട്ടെന്ന് എത്താനുള്ള ഒരു പോർട്ടലും എവിടെയാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ സ്ഥലം കുറച്ച് ഡേഞ്ചറസ് ആണെന്ന് പ്രത്യേകം യാണിനോട് പറയുന്നു. യാൺ അതിന് നന്ദിയെല്ലാം പറഞ്ഞതിന് ശേഷം ഇപ്രാവശ്യം താൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. യൂണറിനെ തിരികെ ഗൂക്ലാനിലേക്ക് കൊണ്ടുപോകണം, അവളെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യണം എന്നൊക്കെ ജനറലിനോട് പറയുന്നു. ജനറൽ ആണെങ്കിൽ അതാണ് തന്റെ ഉത്തരവാദിത്വം എന്നും പറയുന്നു. യാൺ അപ്പോൾ അവസാനമായിട്ട് പറയുന്നത് ഗൂക്ലാനിലെ ആ ജനറൽ അവന് പറ്റിയ ഒരു എതിരാളിയാണ്. എല്ലാം കഴിഞ്ഞ് കുറച്ചുകൂടി പവർഫുൾ ആയി കഴിഞ്ഞു കഴിയുമ്പോൾ ഗൂക്ലാനിലെ ആ ജനറലിനെ തന്നെ നേരിടുകയും പരാജയപ്പെടുത്തുകയും ചെയ്യുമെന്നും അതുവഴി യൂണറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ തനിക്ക് സാധിക്കുമെന്ന് തെളിയിക്കാമെന്നും യൂണറിനെ ഗൂക്ലാനിൽ നിന്ന് കൊണ്ടുപോകുമെന്നും പറയുന്നു. ജനറൽ അതിനൊക്കെ സമ്മതം മൂളി പിരിയാനൊരുങ്ങുമ്പോഴേക്കും യൂണർ അങ്ങോട്ട് വരുന്നു. അപ്പോ ജനറൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. യാൺ യൂണറിനോട് അതിനെക്കുറിച്ചൊക്കെ പറയാനൊരുങ്ങുമ്പോൾ തന്നെ യൂണർ തനിക്ക് എല്ലാം അറിയാം, ഒന്നും പറയണ്ട എന്ന് പറയുന്നു. ഒരുപക്ഷെ അവർ സംസാരിച്ചതെല്ലാം യൂണറും കേട്ടിരിക്കാം. അതിനുശേഷം യൂണർ ആകട്ടെ ഫൈറ്റിംഗ് ടെക്നിക്കുകളുടെ ഒരു സ്ക്രോൾ ആണ് കൊടുക്കുന്നത്. അത് പ്രാക്ടീസ് ചെയ്യുന്നത് വഴി അവർ പരസ്പരം കണക്റ്റഡ് ആയിരിക്കും എന്നൊക്കെ യൂണർ പറയുന്നു. അതൊരു ഹെവൻലി ക്ലാസ് ഫൈറ്റിംഗ് ടെക്നിക്കാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സമയത്ത് മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് യൂണർ പ്രത്യേകം പറയുന്നു. പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഗൂക്ലാനിലുള്ളവർ പെട്ടെന്ന് മനസ്സിലാക്കും. അങ്ങനെ സംഭവിച്ചാൽ അവരത് തിരികെ എടുക്കും. അതിനുശേഷം യാണിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് യൂണർ പറയുന്നത് നീ ഒറ്റയ്ക്കാണല്ലോ എന്ന ആകുലതയാണ് എനിക്കുള്ളത് എന്നാണ്. യാണാകട്ടെ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് താൻ തിരികെ വരും, ഗൂക്ലാനിൽ വന്ന് അവളെ കാണുമെന്നൊക്കെ പറയുന്നു. യൂണർ ആകട്ടെ കരഞ്ഞുകൊണ്ട് പറയുന്നു, പക്ഷെ ഇപ്രാവശ്യം വ്യത്യസ്തമാണ്. ഞാൻ ഗൂക്ലാനിലേക്ക് പോയി കഴിയുമ്പോൾ ഞാൻ പിന്നെ അറിയപ്പെടുന്നത് ഗൂക്ലാന്റെ പേരിലായിരിക്കും, അതായത് ഗൂ യൂണർ എന്നായിരിക്കും. യൂണറിന് ഇഷ്ടം ഷിയോ യൂണർ എന്ന് അറിയപ്പെടാനാണ്. യാൺ അപ്പോൾ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നത് എന്തൊക്കെ തന്നെ സംഭവിച്ചാലും അവന്റെ കണ്ണിൽ എപ്പോഴും യൂണർ പഴയ യൂണർ തന്നെയാണ്. അത് കേട്ട് യൂണറിന് ആശ്വാസമാകുന്നു. അതിനുശേഷം യാണിനെ ആ ഫൈറ്റിംഗ് ടെക്നിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. യാൺ അത് പെട്ടെന്ന് പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ നേരം അവനെ അത് പഠിപ്പിച്ചതിന് ശേഷം അത്യാവശ്യം അവൻ അത് പഠിച്ചു എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഒരുപാട് വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് യൂണർ അവിടെ നിന്ന് പോവുകയാണ്. യാണിനോട് പറയുക പോലും ചെയ്യുന്നില്ല. ഒരുപാട് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് യൂണർ അവിടെ നിന്ന് പോകുന്നത്. യാൺ മെഡിറ്റേറ്റ് ചെയ്ത് ആ ടെക്നിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് യൂണർ പോയതൊന്നും യാൺ അറിഞ്ഞില്ല. അതിനുശേഷം യാൺ കണ്ണു തുറന്നു കഴിയുമ്പോൾ യൂണറിനെ അവിടെ കാണാതിരിക്കുമ്പോൾ ഓടി നടന്ന് യൂണർ എന്ന് ഉച്ചത്തിൽ പല പ്രാവശ്യവും വിളിക്കുന്നുണ്ട്. യൂണർ ആകട്ടെ ജനറലിന്റെ കൂടെ ദൂരെ മറ്റൊരു സ്ഥലത്ത് എത്തിയിരുന്നു. യൂണർ അതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. കരഞ്ഞുകൊണ്ട് തിരികെ പോകാൻ ഒരുങ്ങിയതാണ്. പക്ഷേ ഇപ്രാവശ്യം ഗൂക്ലാനിലേക്ക് അവൾക്ക് തിരികെ പോയേ മതിയാകൂ. അതുകൊണ്ട് തന്നെ വിഷമങ്ങളെല്ലാം ഉള്ളിലൊതുക്കി അവൾ ജനറലിന്റെ കൂടെ ഗൂക്ലാനിലേക്ക് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് സേവകരെല്ലാം ഒരു രാജ്ഞിയെ പോലെ യൂണറിനെ അണിഞ്ഞൊരുക്കുന്നതാണ്. യൂണറിനെ അവിടുത്തെ ക്ലാൻ ലീഡി ആക്കാനുള്ള സെറമണിയാണ് നടക്കാൻ പോകുന്നത്. എല്ലാവരുടെയും മുമ്പിൽ ഗൂക്ലാനിലെ ജനറൽ വലിയ റെസ്പെക്റ്റോടു കൂടിയാണ് യൂണറിന് മുമ്പിൽ കുമ്പിടുകയൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം സെറമണി നടക്കുന്ന സ്ഥലത്തേക്ക് 2
രണ്ടുപേരും നടന്നു പോകുന്ന സമയത്ത് യൂണർ പറയുന്നുണ്ട്, ചെറുപ്പകാലത്ത് കണ്ടതിൽ നിന്ന് ഈ സ്ഥലമെല്ലാം ശരിക്കും മാറിപ്പോയിരിക്കുന്നു എന്ന്. അതുമാത്രമല്ല എല്ലാം വ്യത്യസ്തമായിരിക്കുന്നു. ഇനി തനിക്ക് പണ്ടത്തെ പോലെ കാഷ്വൽ ആയിട്ട് നടക്കാൻ സാധിക്കില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ശീലമായി കഴിയുമ്പോൾ അതൊക്കെ ശരിയായിക്കൊള്ളും എന്ന് പറയുന്നു. യൂണർ ആകട്ടെ അതിനുശേഷം അവളുടെ ഫാദർ ഷിയോ ഫാമിലിയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും പറയാൻ പോകുന്നതെന്ന് ജനറലിനോട് ചോദിക്കുന്നു. അപ്പോ താൻ എന്താണ് പറയേണ്ടതെന്ന് ജനറൽ ഷൂണറിനോട് ചോദിക്കുന്നു. അപ്പോ യൂണർ പറയുന്നത് ഫാദർ ഷിയോ ഫാമിലിയുടെ ആൻഷ്യന്റ് ജെയ്ഡിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ അത് യാണിന്റെ കൈവശം ഉണ്ട് എന്ന് പറയരുത് എന്നാണ്. എന്നാൽ ജനറൽ പറയുന്നത് തന്നെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ട്, അത് താൻ പൂർത്തിയാക്കുമെന്നാണ്. യൂണർ പറഞ്ഞത് അതേപോലെ തന്നെ പറയുമെന്നോ ഇല്ലെന്നോ പറഞ്ഞില്ല. അതിനുശേഷം അവർ രണ്ടുപേരും കൂടി യൂണറിന്റെ ഫാദറിനെ കാണുന്നതായിട്ട് കാണിക്കുന്നു. യൂണറിനെ കണ്ടു കഴിയുമ്പോൾ യൂണറിന്റെ ഫാദറിന് ഒരുപാട് സന്തോഷമാകുന്നു. 10 വർഷത്തിലധികമായി തന്റെ മകളെ കണ്ടിട്ട് അവൾ ഒരുപാട് മാറിയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ യൂണർ പറയുന്നത് ഷിയോ ഫാമിലി തന്നെ പൊന്നുപോലെ നോക്കി എന്നൊക്കെയാണ്. അപ്പോ ഷിയോ ഫാമിലിയിൽ വന്ന ദുരന്തത്തെ കുറിച്ചൊക്കെ പറഞ്ഞ് യൂണറിന്റെ ഫാദർ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട്. അത് മാത്രമല്ല തന്റെ മകളെ നല്ല രീതിയിൽ നോക്കിയത് കൊണ്ട് തന്നെ ഷിയോ ഫാമിലിയെ കുറിച്ച് നല്ല രീതിയിൽ പറയുകയും ചെയ്യുന്നു. അവസാനമാണ് യൂണറിന്റെ ഫാദർ ആ പോയിന്റിലേക്ക് കടക്കുന്നത്, ഷിയോ ഫാമിലിയുടെ ആൻഷ്യന്റ് ജെയ്ഡ് കിട്ടിയോ എന്ന്. അല്പം ഒന്ന് പരിങ്ങിയാണെങ്കിലും യൂണർ പറയുകയാണ്, എല്ലാം എന്റെ തെറ്റാണ്, എനിക്ക് ആൻഷ്യന്റ് ജെയ്ഡ് കണ്ടെത്താനായില്ല, അത് നഷ്ടപ്പെട്ടു എന്നാണ് തോന്നുന്നത്. യാണിന്റെ ഫാദർ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഷിയോ ഫാമിലിയുടെ ഉത്തരവാദിത്തമെല്ലാം യാണിനെ ഏൽപ്പിച്ചു. അടുത്ത തലവനായിട്ട് യാണിനെ തെരഞ്ഞെടുത്തു. പക്ഷേ ആ ആൻഷ്യന്റ് ജെയ്ഡിനെ കുറിച്ച് ഒന്നും പറയുന്നതായിട്ട് ഞാൻ കേട്ടില്ല. ഞാൻ മാത്രമല്ല എന്റെ കൂടെ ഉണ്ടായ ഈ ജനറലും ഒന്നും തന്നെ കണ്ടില്ല, കേട്ടില്ല. അത് കേട്ട് കഴിയുമ്പോൾ അത്ഭുതത്തോടെയാണ് ജനറൽ യൂണറിനെ നോക്കുന്നത്. കാരണം അത് നുണയാണല്ലോ. ആദ്യം അത് കേട്ടു ഒന്ന് പകച്ചു പോകുമെങ്കിലും പിന്നീട് യൂണർ പറഞ്ഞത് ശരിയാണ് എന്ന് ജനറൽ പറയുന്നു. ക്ലൗഡ് മിസ്റ്റി സെക്റ്റിൽ വെച്ച് ഹാൻഫെങ് മൂലമാണ് യാണിന്റെ ഫാദർ മരിച്ചത്. ആ സമയത്ത് യൂണർ പറഞ്ഞതുപോലെ തന്നെ യാണിന്റെ ഫാദർ യാണിന് ഒന്നും തന്നെ കൊടുക്കുന്നതായിട്ട് ഞാനും കണ്ടില്ല. യൂണറിന്റെ ഫാദർ അപ്പോൾ മെഡിസിൻ എൽഡറിനെ പറ്റി ചോദിക്കുന്നു. ജനറൽ അപ്പോൾ ആ കാര്യങ്ങളെ കുറിച്ചും പറയുന്നു. മെഡിസിൻ എൽഡർ ഇപ്പോൾ സോൾഹാളിന്റെ കരങ്ങളിലാണ്. അയാൾ മരിച്ചോ ജീവനോടെ ഇരിക്കുന്നു എന്ന് കൃത്യമായിട്ട് അറിയില്ല. മോഗോയാണ് മെഡിസിൻ എൽഡറിനെ പിടിച്ചുകൊണ്ട് പോയത്. നമ്മുടെ ആളുകൾ അവിടെ നന്നായിട്ട് അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോൾ മനസ്സിലായത് സെൻട്രൽ പ്ലെയിനിൽ സോൾഹാളിന്റെ ഒരു സബ് ഡിവിഷൻ ഉണ്ട്. ആ സബ് ഡിവിഷന്റെ നേതാവാണ് മോഗോ. നേരത്തെ ഞാൻ സോൾഹാളിന്റെ നേതാവ് എന്ന് പറഞ്ഞതിൽ ക്ഷമിക്കണം, ആ സബ് ഡിവിഷന്റെ നേതാവാണ് മോഗോ. സോൾഹാളിന്റെ മെയിൻ ആയിട്ടുള്ള ലീഡർ മോഗോ അല്ല. അതെല്ലാം കേട്ട് കഴിയുമ്പോൾ തന്നെ യൂണറിന്റെ ഫാദർ പറയുകയാണ്, കേവലം മോഗോയ്ക്ക് ഇത്രയും വലിയ കൊടുങ്കാറ്റ് സൃഷ്ടിക്കാൻ സാധിക്കില്ല. അയാൾ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, മോഗോയുടെ പുറകിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ആളുകൾ ഉണ്ട് എന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ നമ്മൾ ഉടനെ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.